കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഡേ ബുക്കാണ്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ട്രാൻസാക്ഷൻസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ആ ഡേറ്റ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഡിഫറൻറ്റ് ലെഡ്ജർ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ സ്റ്റെപ്പായിട്ട് പറയുവാണ്. ആദ്യം എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. പിന്നെ ആ ഡേറ്റ നമ്മൾ ഡിഫറെൻറ്റ് ലെഡ്ജർ അക്കൗണ്ടിലോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. പിന്നെ ബുക്ക് ക്ലോസ് ചെയ്ത് R&D സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് റിസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ R&D സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഫോർ ചെക്കിംഗ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? R&D സ്റ്റേറ്റ്മെൻറ്റ്, അതായത് റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിന് പകരമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസിന് പകരമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമർ സൊസൈറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. കൺസ്യൂമർ സൊസൈറ്റീസ് അരിത്തമെറ്റിക്കൽ ആക്യുറസിക്ക് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ R&D സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ് ഇൻ എ ബുക്ക് കോൾഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ എന്താണ്? ഓഡിറ്റ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ വർക്കിംഗ് നോട്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ട്രാൻസാക്ഷൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓഡിറ്റ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ വർക്കിംഗ് നോട്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് മിനിറ്റ്സ് ബുക്ക്. മിനിറ്റ്സ് ബുക്ക് എന്താണ്? ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ റെക്കോർഡിംഗ് ദി പ്രൊസീഡിങ്സ് ഓഫ് ദി കമ്മിറ്റി ഓർ സബ് കമ്മിറ്റി ആൻഡ് ഫോർ ദി സെൻട്രൽ ബോഡി ഓഫ് ദി മെമ്പേഴ്സ്.